കോയമ്പത്തൂരിൽ എസ്റ്റേറ്റിനകത്ത് 2 കാട്ടാനകൾ ഇറങ്ങി. എസ്റ്റേറ്റിന്റെ ഗേറ്റ് ആനകൾ തകർത്തു. CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. നമുക്ക് ആദ്യം ആ വിഷ്വലിലേക്ക് പോവാം. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ആണ് ചേരുന്നത്. റഹീസ്, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പേടിപ്പിക്കുന്ന രംഗങ്ങൾ തന്നെയാണ്. ഈ 2 കാട്ടാനകൾ ഇവിടെ മുൻപും ഇത്തരത്തിൽ കാട്ടാനകളുടെ ശല്യമുള്ള ഭാഗമായിരുന്നോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റിന, ഗുഡ് ഈവനിങ്. സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങാറുള്ള പ്രദേശമാണിത്. കലയന്നൂർ, കോയമ്പത്തൂരിലെ കലയന്നൂർ എന്ന സ്ഥലമാണിത്. ഇവിടെ നിരവധി തോട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ തോട്ടങ്ങൾക്ക് പലതിനും ഗേറ്റുകളുമുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഒരു തോട്ടത്തിനുള്ളിലാണ് ഇന്ന് പുലർച്ചെ 2 കാട്ടാനകൾ കുടുങ്ങിയതായുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ തോട്ടത്തിന്റെ പിൻവശത്ത് കൂടി 2 കാട്ടാനകൾ അകത്ത് കടക്കുന്നു. പിന്നീട് ഇത് പുറത്തിറങ്ങാനായി ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗത്തു കൂടിയാണ്. അപ്പോൾ ആ ഭാഗത്തുള്ള ഗേറ്റ് തകർത്ത് ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിൽ മറ്റൊരു കാര്യം കൂടി വ്യക്തമാകുന്നത്, ഈ ആനകൾ പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഒരാൾ ബൈക്കിൽ ഇതുവഴി സഞ്ചരിക്കുക കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഏതെങ്കിലും തരത്തിൽ ഈ കാട്ടാനകളുടെ മുന്നിലേക്ക് ഇയാൾ പെട്ടുപോയിരുന്നെങ്കിൽ അവിടെ ഒരു അപകട സാധ്യത ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ പഞ്ചായത്ത് മറ്റു ഭരണകൂടങ്ങളും ഒക്കെ പറയുന്നത് ഇത്തരത്തിൽ രാത്രി ഈ സമയങ്ങളിൽ ഇറങ്ങി നടക്കരുത്. കാരണം കാട്ടാനകളെ നിയന്ത്രിക്കാൻ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നുമില്ലാത്തൊരു പ്രദേശമാണ്. രാത്രി സമയങ്ങളിൽ സ്ഥിരമായി ഇറങ്ങുന്ന ഫോറസ്റ്റ് റേഞ്ചിനോട് അനുബന്ധിച്ചുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ രാത്രി പുറത്തിറങ്ങുന്നത് പരമാവധി കുറയ്ക്കണം എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ കൂടുതൽ ജാഗ്രത സ്വീകരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കുന്നു. ക്രിസ്റ്റീന. ശരി, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.